പ്രകൃതിയുടെ അത്ഭുതങ്ങളിലൊന്നാണ് മാലിദ്വീപ്. ഈ മനോഹര ദ്വീപ് സമൂഹങ്ങൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുകയാണ്. എന്നാൽ എങ്ങനെയാണ് ഈ ദ്വീപുകൾ രൂപം കൊണ്ടതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഭൂഗർഭ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലങ്ങളാണ് ഓരോ മനോഹര ദ്വീപുകളും. പവിഴപ്പുറ്റുകൾ മുഖേന സ്വാഭാവികമായി രൂപപ്പെട്ട പ്രകൃതിയുടെ അത്ഭുതങ്ങളാണ് മാലിദ്വീപുകൾ. പ്രാരംഭഘട്ടത്തിൽ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാവുകയായിരുന്നു. ഇവ കടലിൻ്റെ അടിത്തട്ടിൽ ഉയരമില്ലാത്ത ചെറുപ്രതലങ്ങൾക്ക് രൂപം കൊടുത്തു. കാലക്രമേണ ഈ പ്രതലങ്ങളിൽ കോറലുകൾ വളരുവാൻ തുടങ്ങി. ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇവ കൂട്ടമായി വളർന്ന് അഗ്നിപർവ്വതങ്ങളുടെ ചുറ്റിലും ഒരു വട്ടം പോലെ കെട്ടിയെടുത്തു. ഇത് അറ്റോൾ എന്ന് അറിയപ്പെടുന്നു. അറ്റോളുകൾ വൃത്താകൃതിയിലോ അർദ്ധവൃത്താകൃതിയിലോ കാണപ്പെടുന്നു. വീണ്ടും ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് പവിഴപ്പുറ്റുകൾ കടലിൽ നിന്നും ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. തുടർന്ന് കടൽ തീരങ്ങളിൽ നിന്നും തിരമാലകൾ കൊണ്ടുവന്ന മണലും പാറക്കഷ്ണങ്ങളും പവിഴപ്പുറ്റുകൾക്ക് മുകളിൽ അടിഞ്ഞുകൂടി മണൽക്കൂടുകൾ രൂപപ്പെട്ടു. ഇവയാണ് പിന്നീട് ഓരോ ദ്വീപുകളായി രൂപാന്തരപ്പെട്ടത്. ചുരുക്കി പറഞ്ഞാൽ പവിഴപ്പുറ്റുകളും അവയ്ക്ക് മീതെ അടിഞ്ഞുകൂടിയ മണലും മറ്റ് ജൈവ പദാർത്ഥങ്ങളും ചേർന്ന് ദ്വീപുകൾ സ്വാഭാവികമായി രൂപപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മാലദ്വീപിന് മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് വ്യത്യസ്തമായ ഒരു ഘടനയുണ്ട്. പവിഴപ്പുറ്റുകളാൽ നിർമ്മിക്കപ്പെട്ട ദ്വീപ് എന്നർത്ഥം വരുന്ന കോറൽ ഐലൻഡുകൾ എന്ന് ഇവ അറിയപ്പെടുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പ്രകൃതിയുടെ അത്ഭുത പ്രതിഭാസമാണ് ഈ മരതക ദ്വീപുകൾ. നമ്മെ കോരിത്തെരിപ്പിക്കുന്ന ദ്വീപുകളുടെ വശ്യഭംഗി പ്രകൃതിയുടെ വരദാനമാണ്. 1192 ദ്വീപുകളാണ് രാജ്യത്ത് നിലവിലുള്ളത്. ഇതിൽ 187 ദ്വീപുകളിൽ മാത്രമാണ് ജനവാസമുള്ളത്. 170 ദ്വീപുകൾ പ്രൈവറ്റ് ഐലൻഡ് റിസോർട്ടുകളാണ്. അവശേഷിക്കുന്ന ദ്വീപുകളെല്ലാം ജനവാസമില്ലാത്ത വിജന ദ്വീപുകളാണ്. 26 അറ്റോളുകളായി പരന്നുകിടക്കുന്ന ഈ ഭൂപ്രദേശം ലോകത്തിലെ ഏറ്റവും താഴ്ന്ന രാജ്യമായി കണക്കാക്കപ്പെടുന്നു. മാലിദ്വീപിൻ്റെ പ്രകൃതിദത്തമായ ശരാശരി ഉയരം വെറും 1.5 മീറ്റർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥാ വ്യതിയാനം ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന രാജ്യം കൂടിയാണിത്.